പൃഥ്വിരാജിൻ്റെ കരിയറിൽ ഏറ്റവും വിവാദമായ സിനിമയാണ് എമ്പുരാൻ. കേരളത്തിലെ രാഷ്ട്രീയ വിഷയമായി എമ്പുരാൻ മാറി. റിലീസ് ചെയ്ത ശേഷം വീണ്ടും സെൻസർ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് പ്രധാന വേഷങ്ങളൊന്നും ചെയ്ത സിനിമയാണ് എമ്പുരാൻ. വിവാദം ചൂടുപിടിച്ച സമയത്ത് പൃഥ്വിരാജ് പ്രതികരിച്ചിരുന്നില്ല. അമ്മ മല്ലിക സുകുമാരനാണ് പൃഥ്വിക്ക് വേണ്ടി സംസാരിച്ചത്. പുതിയ അഭിമുഖത്തിൽ മകനെക്കുറിച്ച് വന്ന വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക സുകുമാരൻ. ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. വർഗീയത എല്ലാ പാർട്ടിയിലും ഒരു വിഭാഗത്തിലുണ്ട്. പ്രധാന ചാനലുകൾ എടുത്താൽ കുറച്ചു പേർക്ക് കോൺഗ്രസിനോടായിരിക്കാം അവരുടെ ചായ്വ്. ചിലർക്ക് കമ്മ്യൂണിസത്തോടും ചിലർക്ക് BJPയോടുമായിരിക്കും. റിപ്പോർട്ടറിലെ സുജ BJP ആണെന്നൊക്കെ പറയുന്നു. നല്ല കാര്യം. പക്ഷെ നമ്മളൊരു ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആ കുട്ടി ഒരു ദിവസം ന്യൂസിൽ പറഞ്ഞതാണ്, സെൻസർ ചെയ്തപ്പോൾ പൃഥ്വിരാജ് സെൻസർകാരുടെ കാലിൽ വീണു. എൻ്റെ പടം എങ്ങനെയെങ്കിലും ഇറക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞെന്ന്. പൃഥ്വിരാജിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവൻ എൻ്റെ കാലിലെങ്കിലും വീണിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ന് അവൻ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റിൽ സെൻസർ ബോർഡിനടുത്തേക്ക് വന്നപ്പോഴേക്കും ഇവിടെ പടം തുടങ്ങി. അപ്പോൾ അവൻ അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവനെ അകത്തേക്ക് വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ പാട്ടിന് 6 മണിക്ക് ഫ്ലൈറ്റിൽ തിരിച്ചുപോയി. പിന്നെ 4 ദിവസം പടം ഓടി. പിന്നെ എവിടെ നിന്നാണ് ഈ ന്യൂസുകൾ കുത്തിപ്പൊക്കിയത്? ഇതേക്കുറിച്ച് പിന്നീട് താൻ അന്വേഷിച്ചിരുന്നെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. എമ്പുരാനെതിരെ ചരട് വലിച്ചത് മുഴുവൻ BJPക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. BJPയുടെ അനുഭവമുള്ള, BJPയിൽ സ്ഥാനമാനം വേണം, സാമ്പത്തിക സഹായം വേണം എന്ന് വിചാരിക്കുന്നവരാണ് പിന്നിൽ. എനിക്ക് BJPയിൽ ഒരുപാട് ബഹുമാനമുള്ളവരുണ്ട്, മല്ലിക സുകുമാരൻ പറഞ്ഞു.